മലപ്പുറം തിരൂരിൽ തഹസീൽദാരെ തടഞ്ഞുവെച്ച് BLOമാരുടെ പ്രതിഷേധം. BLOമാരുടെ പരിശീലന പരിപാടിക്കിടയിലായിരുന്നു പ്രതിഷേധം. നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന ആരോപണം. വലിയ മാനസിക ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നതെന്ന് BLOമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. BLOമാരുടെ ജോലിഭാരം കൂടുതലാണ് എന്നുള്ള വലിയൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മലപ്പുറം തിരൂരിൽ BLOമാരുടെ ഒരു ട്രെയിനിങ് നടക്കുന്നത്. തിരൂർ കോട്ടക്കൽ മണ്ഡലങ്ങളുടെ BLOമാരുടെ ട്രെയിനിങ് ആണ് നടക്കുന്നത്. ഇവിടെ വെച്ച് ഈ തഹസിൽദാരെ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. ജോലിഭാരം കൂടുതലാണ്, പെട്ടെന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുന്നു എന്ന് ആരോപിച്ചാണ് ഈ BLOമാർ തഹസിൽദാരെ തടഞ്ഞു വെച്ചത്. ഇപ്പോൾ ഈ BLOമാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു കാരണം? അതായത് നമുക്ക് ഈ SIRമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മോട് പറഞ്ഞത് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ വീടുകൾ കയറി ഇറങ്ങി ഫോം വിതരണവും അത് തിരിച്ചു വാങ്ങലും എന്നാണ് നമ്മുടെ ഡ്യൂട്ടി എന്നാണ് അതിൽ നിജപ്പെടുത്തി തന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഇന്നലെ ഒരു ഓർഡർ ഇറങ്ങി 3 ദിവസത്തിനുള്ളിൽ ഇത് തിരിച്ചു വാങ്ങി ഡാറ്റ എൻട്രി 3 ദിവസം കൊണ്ട് തീർക്കണം എന്ന ഒരു ശക്തമായൊരു സമ്മർദ്ദം നമ്മളെ മേലിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് ഒരു ബൂത്തിൽ 1500 വരെ ഫോമുകളുണ്ട്. ഈ ഫോമുകൾ ഫുള്ള് അപ്ലോഡ് ചെയ്യണ പണി കൂടി നമ്മളെ ഏൽപ്പിച്ച് ആക്കിയതുകൊണ്ടാണ് ഈ BLOമാർ ഇങ്ങനെ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ ഇത് ഉടൻ പൂർത്തിയാക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. എങ്ങനെയാണ് അതിലുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ CEO ആദ്യം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് പൊതുജനങ്ങളോട് പറഞ്ഞ ഡേറ്റും നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ എന്നാണ്. അപ്പോൾ ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഡിസംബർ 4-നുള്ളിൽ ഈ ഫോം കൊടുത്താൽ പോരാ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാലും ആളുകൾ ഫോം തരാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടില്ല, 4-ാം തീയതി വരെ സമയമില്ല നമ്മോട് ചോദിക്കണത്. അപ്പോൾ ഈ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ തീർക്കാൻ? അപ്പോൾ നമുക്ക് ആവശ്യമായ സമയം തരികയാണെങ്കിൽ നമുക്കത് നീട്ടി തരികയാണെങ്കിൽ നമുക്കത് തീർക്കാമെന്നുള്ളതാണ്. ഈ ഡിസംബർ 4-ന് ശേഷം ഈ ഡാറ്റ എൻട്രി വെക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഈ ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? പെട്ടെന്ന് പൂർത്തിയാക്കാൻ അവരെന്താ കാരണം പറയും? അവർക്കും മുകളിൽ നിന്നുള്ള പ്രഷർ കാരണം അവർക്കും സമ്മർദ്ദത്തിലാണ്. അവർ ആ സമ്മർദ്ദം നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ്. അതാണ് ഇതിലുള്ള ബുദ്ധിമുട്ട്. എല്ലാവരും മുകളിൽ നിന്നുള്ള പ്രഷർ കാരണം അതിൻ്റെ താഴെ ഇടയിലുള്ളവരിലേക്ക് പ്രഷർ ഏൽപ്പിക്കുകയാണ്. പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരാളത് ഡാറ്റ എൻട്രി പൂർത്തിയാക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 മിനിറ്റിന് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ അത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തന്നെ ഇപ്പോൾ എല്ലാവരും ഈ ആപ്പ് ഓണാക്കാൻ നോക്കുമ്പോൾ ഓണാവണില്ല. അപ്പോൾ എല്ലാവരും കൂടി ഈ ആപ്പ് ഉപയോഗിക്കും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ജാമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അത് വേറെ ഉണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഈ പരാതി അറിയിച്ച് അവരെന്താണ് പറയുന്നത്? അവർ പറഞ്ഞാൽ പരിഹരിക്കും എന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ ഇതിൽ സമ്മർദ്ദത്തിലാവണ BLOമാരാണ് താഴെക്കടയിൽ. ഇനിയിപ്പോൾ ഇത് കാരണം ഏതെങ്കിലും ഒരാൾ വോട്ടർ ഇതിന് നഷ്ടപ്പെട്ടു പോയാൽ ഫീൽഡിൽ അതിന് പഴി കേൾക്കേണ്ടി വരുന്നതും ഈ BLOമാരാണ്. ഇപ്പോൾ ഈ ഇവിടുത്തെ ട്രെയിനിങ്ങിൽ നിന്ന് ഇവർ പെട്ടെന്ന് ഉടൻ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണോ, അല്ലെങ്കിൽ അതിന് കുറച്ച് സമയം തരും എന്നുള്ള അവർ പറഞ്ഞു? സമയം തരുന്ന യാതൊരു സാഹചര്യവും ഇപ്പോൾ അവർ ഇതുവരെ നമ്മോട് അറിയിച്ചിട്ടില്ല. ഈ സമയത്തിനുള്ളിൽ തീർക്കണം തന്നെയാണ് പറയുന്നത്.